പോലീസിംഗ് എന്ന് പറയുന്നത് മെയിനായിട്ട് പ്രിവെൻഷൻ ഓഫ് ക്രൈം ഉണ്ട്, ഡിറ്റക്ഷൻ ഓഫ് ക്രൈം ഉണ്ട്, മെയിൻ്റനൻസ് ഓഫ് പീസ് ആൻഡ് ലോ ആൻഡ് ഓർഡർ ഉണ്ട്. അപ്പോൾ നമ്മൾ ഡിറ്റക്ഷൻ ഓഫ് ക്രൈം മാത്രമല്ല, പ്രിവെൻഷൻ ഓഫ് ക്രൈം, കുറ്റം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മുന്നൊരുക്കങ്ങൾ പോലീസ് ചെയ്യേണ്ടത് പോലീസിൻ്റെ ചുമതല തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കമ്മ്യൂണിറ്റി പോലീസിംഗ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് തന്നെ കേരളത്തിൽ, ഇന്ത്യയിൽ മാത്രമല്ല വേൾഡ് ഓവർ പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും, ഇൻ്റർനാഷണൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്സിലും ഈ കമ്മ്യൂണിറ്റി പോലീസിംഗ് ഒരു പ്രോജക്റ്റായിട്ട് തന്നെ നടപ്പിലാക്കി കൊണ്ടുവരുന്നു. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചോളം സ്പെഷ്യലി കേരളത്തിൽ വി ആർ ഡെഫിനറ്റ്ലി നമുക്ക് ഏർലി സ്റ്റാർട്ടേഴ്സിന് പറയാം. ബിക്കോസ് ഒരു 2001-2003 ആ കാലഘട്ടത്തിൽ തന്നെ നമുക്ക് കുറേ അധികം കമ്മ്യൂണിറ്റി പോലീസിങ്ങുമായിട്ട് ബന്ധപ്പെട്ട പ്രോജക്ട്സ് അന്ന് തന്നെ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഒരു ഇമ്പാക്റ്റാണ് നിങ്ങൾ ഇപ്പോൾ പ്രളയമാവട്ടെ, അപ്പോൾ ഇതെല്ലാം ആ ഒരു സിസ്റ്റം ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇത് എഫക്റ്റീവ്ലി ഹാൻഡിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. അപ്പോൾ സോഷ്യൽ പോലീസിംഗ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ 2 ലീഡ് പ്രോജക്ട്സ് എന്താണെന്ന് പറഞ്ഞാൽ സ്റ്റുഡൻറ്റ് പോലീസ് ക്യാരറ്റ് പ്രോജക്റ്റ്, പിന്നെ ഉള്ളത് നമ്മുടെ ജനമൈത്രി സുരക്ഷാ പദ്ധതി. അപ്പോൾ ഈ 2 പ്രോജക്ട്സും എന്താണെന്ന് നോക്കിയാൽ തന്നെ സ്റ്റുഡൻറ്റ് പോലീസ് ക്യാരറ്റ് പറയുന്നത് നമ്മൾ 8th and 9th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്കും 11th and 12th സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടികൾക്കും നിയമം അറിയാവുന്ന, നിയമം അനുസരിക്കുന്ന കുട്ടികളെ ഒരു വാർത്തെടുക്കുക, അങ്ങനെയുള്ള ഒരു തലമുറയെ വാർത്തെടുക്കുക എന്ന് പറഞ്ഞ ഒരു ലക്ഷ്യത്തോടു കൂടി ഉള്ള പ്രോജക്റ്റാണ് സ്റ്റുഡൻറ്റ് പോലീസ് ക്യാരറ്റ്. അപ്പോൾ തീർച്ചയായിട്ടും അതൊരു ക്രൈം പ്രിവെൻഷൻ മെഷറാണ്. ഇപ്പോൾ ഞാനൊരു DIG ആയിട്ട് ഈ സ്ഥാനത്ത് ഇരിക്കുമ്പോൾ കാപ്പ ഓർഡർ ഇറക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ DIGസിൻ്റെയും ഒരു ചുമതലയാണ്. അപ്പോൾ 3-4 കേസുകളിലധികം പ്രതികളായിട്ട് വരുന്ന ആളുകളെ SP-മാർ റിപ്പോർട്ട് ഇങ്ങോട്ട് അയക്കും. അവരെ ഇവിടെ വരാൻ പറഞ്ഞിട്ട് ഒരു ഹിയറിംഗ് നടത്തി ഇവരെ ആ ജില്ലയിൽ നിൽക്കാൻ ഇവർക്ക് അർഹത ഉണ്ടോ, അവർ കണ്ടിന്യൂ ചെയ്താൽ ചിലപ്പോൾ സമാധാന പ്രശ്നങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഇവർ വീണ്ടും ക്രൈമിലേക്ക് ഇൻവോൾവ് ചെയ്യാൻ സാധ്യത ഉണ്ടെങ്കിൽ അവരെ 1 വർഷക്കാലം വരെ നമുക്ക് ആ ജില്ലയിൽ നിന്ന് പുറത്താക്കാൻ പറ്റും, എക്സ്റ്റേൺമെൻറ്റ് ഓർഡർ ഇഷ്യൂ ചെയ്തിട്ട് കാപ്പ ആക്ട് പ്രകാരം. അപ്പോൾ ഈ ഒരു കാപ്പ ആക്റ്റിൽ വരുന്ന ഭൂരിപക്ഷം ആളുകളും നമ്മൾ നോക്കിയാൽ അറിയാം, ഒന്ന് 10th ഫെയിൽ എങ്കിൽ 10th ഡ്രോപ്പ് ഔട്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രശ്നം കണ്ടുകൊണ്ടാണ് ഈ യങ് ജനറേഷന് നിയമം അനുസരിക്കുന്ന കുട്ടികളായിട്ട് വരണം എന്നാണ് സ്റ്റുഡൻറ്റ് പോലീസ് ക്യാരറ്റ്. ആ ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൂഷ്യൽ പീരീഡിലാണ് നമ്മൾ അവരെ കണ്ടെത്തി അവർക്ക് ഈ ഒരു ഇൻ്റർവെൻഷൻ നമ്മൾ തരുന്നത്. അതേപോലെ നമുക്ക് ഹോപ്പ് പ്രോജക്റ്റ് ഉണ്ട്. അപ്പോൾ ഈ ഹോപ്പ് പ്രോജക്റ്റിൽ നമ്മൾ ചെയ്യുന്നത് എന്താ പറഞ്ഞാൽ, ഇതുപോലെ ഡ്രോപ്പ് ഔട്ട് ആയ കുട്ടികളെ വീണ്ടും എക്സാം സിസ്റ്റമിലേക്ക് ഒരു പ്രാവശ്യം കൂടെ ചാൻസ് കൊടുത്ത് അവർക്ക് ട്യൂഷൻ ക്ലാസ്സസ് പോലീസ് തന്നെ അറേഞ്ച് ചെയ്ത് അവർ എക്സാം എഴുതാൻ നമ്മൾ എൻകറേജ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് അവർ എക്സാം എഴുതിയ ശേഷം പാസ്സായ ശേഷം അവർ പല സ്ഥലങ്ങളിലും പല നല്ല ഒരു സ്ഥിതിക്ക് അവർ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഹോപ്പ് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഓൾമോസ്റ്റ് 4600ഓളം കുട്ടികൾ ബെനിഫിറ്റ് ചെയ്ത് പാസ് ചെയ്തിട്ടുണ്ട്. അവർ സംഗമം തന്നെ നടത്തി. അതെ, നമ്മൾ വളരെ റീസെൻ്റ്ലി സ്റ്റുഡൻറ്റ് പോലീസ് ക്യാരറ്റിൻ്റെ അലുമിനയും ഹോപ്പിൻ്റെ അലുമിനയും ഒരുമിച്ച് വിളിച്ചിട്ട് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ ആ ഒരു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തായിരുന്നു. അപ്പോൾ ആ കുട്ടികളുടെ എക്സ്പീരിയൻസ് ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും ഇതിൻ്റെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് താഴെത്തട്ടിൽ നിന്ന് മനസ്സിലാവുന്നത്. സോ ഇത്രയും പ്രോജക്ട്സ് നമുക്ക് കേരള ഒരു ഫോർറണ്ണർ ആയിട്ടിരുന്നു തന്നെ പറയാം. ഇപ്പോൾ ഇത് പല സംസ്ഥാനങ്ങളിലും കേരളത്തിൽ നടപ്പിലാക്കുന്ന കമ്മ്യൂണിറ്റി പോലീസിങ് പ്രോജക്ട്സ് എല്ലാം ഇപ്പോൾ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട്. എൻ്റെ ബാച്ച്മേറ്റ്സും എൻ്റെ കൂടെ ജോലി ചെയ്ത മറ്റ് ഓഫീസേഴ്സും ഇതിൻ്റെ ഡീറ്റെയിൽസ് കളക്ട് ചെയ്ത് അവരുടെ സംസ്ഥാനങ്ങളിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ നോക്കാറുണ്ട്. 2010 തുടങ്ങിയപ്പോഴത്തേക്കും ചുരുക്കം ചില സ്കൂളുകളുണ്ടായിരുന്ന പ്രോജക്റ്റ് ഇപ്പോൾ 1048 സ്കൂളുകളിലുണ്ട്. ഓൾമോസ്റ്റ് 88,000 കാഡറ്റ്സ് ഉണ്ട്. ഇവരുടെ അലുമിനി സ്ട്രെങ്ത് തന്നെ 3.5 ലക്ഷം കുട്ടികളാണ് അലുമിനി ആയിട്ട് നിൽക്കുന്നത്. സോ നോ ഡൗട്ട് ഇതൊരു നല്ല പ്രോജക്റ്റാണ്. പല സ്റ്റഡീസ് നടന്നിട്ടുണ്ട് ഇതിൽ. പ്ലാനിംഗ് ബോർഡ് സ്റ്റഡി ഉണ്ടായിട്ടുണ്ട്, KPMGയുടെ സ്റ്റഡി ഉണ്ടായിട്ടുണ്ട്, SCRTയുടെ സ്റ്റഡി ഉണ്ടായിട്ടുണ്ട്, CMATയുടെ സ്റ്റഡി ആയിട്ട്. അപ്പോൾ ഈ എല്ലാ സ്റ്റഡീസിലും വളരെ ഈവൻ പുറത്തുനിന്ന് വരുന്ന ഏജൻസിയാണ് KPMG ഒക്കെ പറയുന്നത്. അവരുടെ സ്റ്റഡീസിലും വ്യക്തമായിട്ട് ഇതുപോലത്തെ ഒരു ഇൻ്റർവെൻഷൻ സ്കൂളിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നല്ലൊരു ഹെൽത്തി ചൈൽഡ്ഹുഡ് കുട്ടികൾക്ക് ഉറപ്പാക്കാൻ പറ്റും, നല്ലൊരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ പറ്റും, നാളെ സമൂഹത്തിന് വേണ്ടി ഒരു വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു തലമുറയെ ഉണ്ടാക്കാൻ പറ്റും. സോ ഈ ഒരു പ്രോജക്റ്റ് ഇപ്പോൾ നമ്മളുടെ ഐഡിയ എന്താ പറഞ്ഞാൽ, ഓൾറെഡി നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പ്രപ്പോസൽസ് കൊടുത്തിട്ടുള്ളതും എന്താ പറഞ്ഞാൽ ഈ ഒരു പ്രോജക്റ്റിനെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്ക് എല്ലാ ഗവൺമെൻറ് സ്കൂളിലും നടപ്പിലാക്കുക. അപ്പോൾ ഇപ്പോൾ നിലവിൽ മാക്സിമം കുറച്ച് ഗവൺമെൻറ് സ്കൂൾസ് ഉണ്ട്, കുറച്ച് എയ്ഡഡ് സ്കൂൾസ് ഉണ്ട്, വളരെ ചുരുക്കം സ്കൂൾസ് മാത്രമാണ് പ്രൈവറ്റ് സ്കൂൾസ്. ഇപ്പോൾ ആക്ച്വലി ഇൻ പ്രിൻസിപ്പൽ നമ്മൾ അൺഎയ്ഡഡ് സ്കൂൾസിൽ കൊടുക്കാറില്ല, ബിക്കോസ് ഇത് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഗവൺമെൻറ് സ്പോൺസർ ആയതുകൊണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ ഇത്രയും സ്കൂളുകൾ വ്യാപിക്കണമെങ്കിൽ നല്ലൊരു ചിലവ് വേണ്ടി വരും. ഇപ്പോൾ ഈ ഒരു പറയുന്ന
1000-ഓളം സ്കൂളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ ഓൾമോസ്റ്റ് ക്ലോസ് ടു 33 crores ആവുന്നുണ്ട് ഒരു വർഷം. പ്ലാൻ ഫണ്ടിലാണ് നമുക്ക് മണി കിട്ടുന്നത്. അപ്പോൾ ഇത് ഇത്രയും വ്യാപിക്കണമെങ്കിൽ ഇപ്പോൾ 2500 സ്കൂളുകൾക്ക് കൊണ്ടുവരണമെങ്കിൽ മിനിമം നമുക്ക് 250 കോടിയുടെ ആവശ്യമുണ്ട്. അപ്പോൾ അതാവുമ്പോൾ നമുക്ക് CSR ടൈപ്പ് എങ്ങനെ ചെയ്യാമെന്ന് നമ്മളിതിൽ വളരെ സീരിയസ് ആയിട്ട് ആലോചിക്കുന്നു. അതിന് ആക്ച്വലി CSR ഫണ്ട്സ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രപ്പോസലൊക്കെ ഓൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് അപ്രൂവൽ കിട്ടുമ്പോൾ നമ്മൾ CSRമായിട്ട് ടൈപ്പ് ചെയ്ത് ഈ ഒരു പ്രോജക്റ്റിന് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് എല്ലാ ഗവൺമെൻറ് സ്കൂളുകളിലും, സെക്കൻഡ് സ്റ്റെപ്പായിട്ട് എയ്ഡഡ് സ്കൂളുകളിലും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഇത് നോക്കിയാൽ ചിലപ്പോൾ പോലീസ് സ്റ്റേഷൻ ലെവലിൽ ഇതിൻ്റെ ഒരു കൂടുതൽ വർക്ക് ലോഡ് ഉണ്ടാവോ എന്ന് പറഞ്ഞ് സംശയം കാണും പോലീസുകാർക്ക്. അപ്പോൾ ഇത് അങ്ങനെ നോക്കിയാൽ ഈ സ്റ്റുഡൻറ് പോലീസ് കാഡറ്റിൽ 2 ദിവസമാണ് ആക്ച്വലി ഇതിൻ്റെ ആക്ടിവിറ്റീസ് ഉള്ളത്. വെനസ്ഡേ വൈകിട്ട് 1 മണിക്കൂറും സാറ്റർഡേ ഒരു ഫസ്റ്റ് ഹാഫിൻ്റെ ഒരു സെഷൻ വേണം. അപ്പോൾ ഈ 2 ദിവസമാണ് പോലീസുകാർ ശരിക്കും പോകുന്നത്. ഒരു സ്കൂളിൽ വേണ്ടിയിട്ട് 2 DAs ഉണ്ടാവും, DAയും ഒരു അസിസ്റ്റന്റ് DAയും. അപ്പോൾ ഈ ഇഫ് സപ്പോസ് ഒരു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ സപ്പോസ് ഇപ്പം ഞാൻ എല്ലാ സ്കൂളിലും വരണം പറയുമ്പോൾ ഒരു 8-10 സ്കൂളുകൾ ഉണ്ടെന്ന് വെക്കുക. ചില സ്ഥലങ്ങളിൽ സ്കൂളുകൾ കൂടുതലാണ്. അപ്പോൾ ഈവൻ 8 സ്കൂളുകളിൽ വെക്കുക. അപ്പോൾ 8-2-16 പേര് നമുക്ക് വെനസ്ഡേ വൈകിട്ട് സ്പെയർ ചെയ്യേണ്ടി വരും, സാറ്റർഡേ. അപ്പോൾ ഇതിനൊരു പരിഹാരമായിട്ട് നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ളത് റിട്ടയർഡ് ആയിട്ട് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും, അപ്പോൾ ഈവൻ നമുക്ക് സീനിയർ കാഡറ്റ്സ് ആയിട്ട് പിരിഞ്ഞു പോയ ആളുകളെയും നമുക്കൊരു ഇൻ്റർവ്യൂ ഒക്കെ വെച്ച് നടത്തി നമുക്ക് ഇവരെ എടുത്താൽ ഇതൊരു ഫോഴ്സ് മൊബിലൈസർ പോലെയാണ്, മൾട്ടിപ്ലയർ പോലെയാണ്. സോ അവരെ നമുക്ക് ഉപയോഗിച്ചിട്ട് DIs ആയിട്ട് ഉപയോഗിച്ചിട്ട് തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രോജക്റ്റിനെ എക്സ്പാൻഡ് ചെയ്ത് എല്ലാ സ്ഥലങ്ങളിലും കൊണ്ടുവരാവുന്നതാണ്. ബട്ട് ആ സമയത്ത് നമുക്ക് നല്ലൊരു SPC ഓൾറെഡി ഡയറക്ടറേറ്റ് ഉണ്ട്, ട്രെയിനിങ് അക്കാഡമി വേണ്ടി വരും. അപ്പോൾ ഇത്രത്തോളം എക്സ്പാൻഷൻ ആകുമ്പോൾ നമുക്ക് ഡയറക്ടറേറ്റ് ലെവലിലും കുറച്ച് കൂടുതൽ മാൻ പവർ വേണ്ടി വരും. അപ്പോൾ SPCനെ സംബന്ധിച്ചോളം ഇതാണ് നമ്മൾ ഒരു ഫ്യൂച്ചർ പ്ലാൻ ആയിട്ട് ആലോചിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ ഇനിയൊരു കാര്യം ചോദിച്ചത് കോളേജ് പോലീസ് കാഡറ്റാണ്. അപ്പോൾ ഇതും നമ്മൾ ഓൾറെഡി ഈ അടുത്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹം ഈ കുട്ടികളുമായിട്ട് ബന്ധപ്പെട്ട് സ്പെഷ്യലി ഈ ഡ്രഗ്സ്, ആൻറ്റി ഡ്രഗ് ആക്ടിവിറ്റീസ് ഗവൺമെൻറ്റിൽ നിന്ന് ശക്തമായിട്ട് ചെയ്യണം പറഞ്ഞ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും കൂടിയുള്ള യോഗങ്ങൾ നടത്തിയായിരുന്നു. അപ്പോൾ ആ യോഗത്തിലും വന്നത് ഈ കോളേജ് ക്യാമ്പസിലും നമുക്ക് ഇതിൻ്റെ ഒരു സുരക്ഷിതം എത്തിക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് പറഞ്ഞിട്ടുള്ള ഒരു പദ്ധതി ഓൾറെഡി DGയുടെ സർക്കുലർ പ്രകാരം എല്ലാവർക്കും ഇൻസ്ട്രക്ഷൻ കൊടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ കോളേജ് ക്യാമ്പസ് എന്ന് പറയുമ്പോൾ പൊതുവെ പോലീസ് പോകുന്നത് എന്തെങ്കിലും അവിടെ അടിയോ ബഹളമോ പ്രശ്നമോ ഉണ്ടായാൽ മാത്രമേ നമ്മൾ റെസ്പോണ്ട് ആ ഒരു സിറ്റുവേഷൻ നമ്മൾ റെസ്പോണ്ട് മാത്രമാണ് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പ്രിവെൻറ്റീവ് ആസ്പെക്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഈ ഒരു കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇപ്പോൾ രൂപീകരിച്ചിട്ടുണ്ട്. കൂടാതെ കോളേജ് പോലീസ് കാഡറ്റ് പദ്ധതിയും നടപ്പിലാക്കണം പറഞ്ഞിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ സർക്കാരിലേക്ക് കൊടുത്തിട്ടുണ്ട്. ചിരി ഒരു നല്ലൊരു ഇൻ്റർവെൻഷനാണ്. സ്പെഷ്യലി കോവിഡ് സമയത്ത് കുട്ടികൾ കൂടുതലായിട്ട് മൊബൈലും ഗാഡ്ജറ്റ്സുമായിട്ട് അറ്റാച്ച്മെൻറ്റ് വന്നു കഴിഞ്ഞു. നമ്മൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടില്ല, എന്തായാലും ഗാഡ്ജറ്റ്സ് അവരുടെ ലൈഫിൽ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രശ്നം ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചിരി എന്ന് പറഞ്ഞ ഒരു മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് സിസ്റ്റം ഫോർ ചിൽഡ്രൻ 9497900200 പറയുന്നതാണ് ഹെൽപ്പ് ലൈൻ നമ്പർ. അപ്പോൾ ഈ നമ്പറിലേക്ക് കോൾസ് വരിക. ഈ കോൾസ് വരുന്നത് വിവിധ കാറ്റഗറീസിലുണ്ടാവാം. അപ്പോൾ ശരിക്കും ഒരു കൗൺസിലിംഗ് ഒക്കെ ആവശ്യം വരുമ്പോൾ നമ്മുടെ തന്നെ പോലീസിൽ ഡൊമസ്റ്റിക് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ സെൻറ്റേഴ്സ് ഉണ്ട്, അവിടെ നമ്മൾ സജസ്റ്റ് ചെയ്യും. ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് ഉണ്ട്. ഇപ്പോൾ 6 ജില്ലകളിലുണ്ട്. ഈ വർഷം ആക്ച്വലി ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് അപ്രൂവൽ കിട്ടിയിട്ടുണ്ട് എല്ലാ ജില്ലകളിലും തുടങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ 8 ജില്ലകളിലും ഇപ്പോൾ തുടങ്ങുന്നുണ്ട്. അതായത് 14 ജില്ലകളിൽ ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സ് പോലീസ് തന്നെ ഒരു സൈക്കോളജിസ്റ്റും കേസ് വർക്കറുമായിട്ട് ഒരു ടീം പ്ലസ് പോലീസ് ഓഫീസേഴ്സുമായിട്ടുള്ള ഒരു ടീമാണ് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലുള്ളത്. അപ്പോൾ ഈ കൗൺസിലിംഗ് മെക്കാനിസം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കുട്ടികൾ വരുന്ന കോൾ മെൻ്റൽ സ്ട്രെസ്സുമായിട്ട് ബന്ധപ്പെട്ട കോൾസ് ആണെങ്കിൽ, അതേപോലെ തന്നെ പേരൻസിൻ്റെ ഭാഗത്തുനിന്ന് കുറേ കോൾസ് ഈ നമ്പറിലേക്ക് വരാറുണ്ട്. കുട്ടി മൊബൈലിൽ കൂടുതൽ അഡിക്റ്റഡ് ആണ്, ഗാഡ്ജറ്റ്സുമായിട്ട് അഡിക്റ്റഡ് ആണ്. സപ്പോസ് അത് ഭയങ്കര നിർബന്ധം പിടിക്കുന്നു, വാശി പിടിക്കുന്നു, ചിലപ്പോൾ അത് തന്നെ വയലൻസിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഈ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലേക്ക് ഡിജിറ്റൽ ഡി അഡിക്ഷൻ സെൻറ്റേഴ്സിലേക്ക് റെഫർ ചെയ്യുമ്പോൾ അവിടെ ആക്ച്വലി ഇവർക്കൊരു നല്ലൊരു കൗൺസിലിംഗ് മാത്രമല്ല, ഒരു തെറപ്പി പോലത്തെ ഒരു പ്രോഗ്രാമാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ചിരിയും ഈ പറയുന്ന സപ്പോർട്ട് സിസ്റ്റംസും ഒന്നിച്ചാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവർ റെസ്പോൺസിബിലിറ്റി ടു ചിൽഡ്രൻ എന്ന് പറഞ്ഞ വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പദ്ധതിയുണ്ട്. അപ്പോൾ അവിടെ കുറേ പിയർ മെന്റേഴ്സും മെന്ററിംഗ് സിസ്റ്റം ഉണ്ട്. ആ മെന്റേഴ്സ്ക്കും അവരുടെ ഡേറ്റാബേസ് നമ്മുടെ ചിരി ഹെൽപ്പ് ലൈനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതുപോലത്തെ വരുന്ന കുട്ടികൾക്ക് ആക്ച്വലി ഒരു ഗൈഡൻസ് ആണ് വേണ്ടത്. 1-2 സെഷൻ കഴിയുമ്പോൾ നമുക്ക് ഒരു ഗൈഡ് ചെയ്യാൻ ഒരു പുറത്തുനിന്ന് ഒരാളിനെ നമുക്ക് അവിടെ വിനിയോഗിക്കുമ്പോൾ അവരുടെ അഡ്വൈസ് കിട്ടുമ്പോൾ പല കുട്ടികളുടെ ലൈഫിലും ഒരു ചേഞ്ച് വരാറുണ്ട്. അപ്പോൾ ഈ പിയർ മെന്റേഴ്സും ഉപയോഗിച്ചിട്ട് സ്റ്റുഡൻറ് പോലീസ് കാഡറ്റ്സിൽ അലുമിനി ആവാം, സ്കൂളിൽ തന്നെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളാവാം, സീനിയേഴ്സ് ആവാം, അതുപോലെ സമൂഹത്തിൽ നല്ലൊരു നിലയിൽ നിൽക്കുന്ന
വേറെ പല സ്ട്രീംസിലുള്ള വ്യക്തികളുടെയും നമ്പേഴ്സാണ് നമ്മൾ ഈ മെൻറ്റേഴ്സായിട്ട് ORCയിൽ എൻറോൾ ചെയ്തിട്ടുള്ള ആളുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് അവർക്കും ഈ മെൻറ്ററിങ് ഈ കുട്ടികൾക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട്. സോ ഇൻഫാക്ട് DG സർ എപ്പോഴും പറയാറുണ്ട്, DG സർ ബിക്കോസ് DG സറുടെ ബാക്ക്ഗ്രൗണ്ടും ഇൻ്റലിജൻസ് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് ഹൗ വി ക്യാൻ ആക്ച്വലി നമ്മൾ ഒരു 2 വർഷം, ചില കുട്ടികളൊക്കെ 4 വർഷം പോലീസിൻ്റെ ട്രെയിനിങ് കിട്ടിയ കുട്ടികൾ, അപ്പോൾ ഇവരുടെ കോൺട്രിബ്യൂഷൻ എന്തായിരിക്കും, അപ്പം അതൊരു കോൺട്രിബ്യൂഷൻ നമുക്ക് ചെയ്യിപ്പിച്ചെടുക്കേണ്ടതല്ലേ എന്ന് അതൊരു ആലോചന ഉണ്ട്. അപ്പോൾ ഇപ്പോഴും നിലവിൽ നടപ്പിലാക്കി വരുന്ന സ്കൂളുകളിൽ ശരിക്കും ഇവരുടെ ഒരു പ്രസൻസ് തന്നെ ഒരു ഇമ്പാക്റ്റ് ആണ്. റിപ്പീറ്റഡ്ലി പോലീസ് വിസിറ്റ് ചെയ്യുന്നതും കുട്ടികൾ യൂണിഫോം വെയർ ചെയ്ത് ആ സ്കൂളിനകത്ത് ഒരു നമ്മൾ പറഞ്ഞും പറയാതെയും ഒരു പോലീസിങ് നടക്കുന്നു എന്ന് പറയാം. ചില സ്കൂളുകളിലൊക്കെ അവർ തന്നെ ഒരു സെൻട്രി സിസ്റ്റം വരെ കുട്ടികൾ ചെയ്യാറുണ്ട്. അവരുടെ സ്വമേധ അവർ തന്നെ പ്രോജക്ട്സ് ആയിട്ട് ഏറ്റെടുത്ത് അത് ചെയ്യാറുണ്ട്. സോ തീർച്ചയായിട്ടും ഇവർ നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. ഇപ്പോൾ കൂടാതെ നമ്മൾ ഇപ്പോഴും വിചാരിക്കുന്നത് എന്താ പറഞ്ഞാൽ, ഈ അടുത്താണ് നമ്മൾ ഈ അലുമിനെ നന്നായിട്ട് ഉപയോഗിക്കുക എന്ന് പറഞ്ഞിട്ടുള്ളൊരു കോൺസെപ്റ്റ്. എല്ലാ സ്റ്റേഷൻ ലെവലിലും എത്ര അവരുടെ സ്റ്റേഷൻ പരിധിയിൽ എത്ര അലുമിനായി കുട്ടികളുണ്ട്, SPC അലുമിനി പാസ് ഔട്ട് ആയ കുട്ടികൾ, അവരെ ഇടയ്ക്കിടയ്ക്ക് മീറ്റ് ചെയ്ത് ഇൻട്രാക്ട് ചെയ്ത് അവരുമായിട്ട് ബന്ധം സ്ഥാപിക്കുമ്പോൾ, പോലീസുമായിട്ട് ഒരു ബന്ധം ഉണ്ടാവുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ഇൻ്റലിജൻസ് കിട്ടും സ്കൂളിനെ സംബന്ധിച്ചോളം. ഇപ്പോൾ ഈ SPCയുടെ റീച്ച് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ ഒരു 1000 സ്കൂൾസേ ഉള്ളൂ, 1048 സ്കൂൾസാണ്. ബട്ട് അല്ലാതെ നമുക്ക് ആയിരക്കണക്കിന് സ്കൂളുകളുണ്ട് കേരളത്തിൽ. അപ്പോൾ എല്ലാ സ്കൂളുകളിലും ഇതുപോലത്തെ ഒരു സംവിധാനം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് സമയമെടുക്കും. അപ്പോൾ അത് വരുന്നത് വരെയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംവിധാനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ഇത് സ്കൂൾ പ്രിൻസിപ്പലാണ് അതിൻ്റെ ചെയർപേഴ്സൺ, കൺവീനർ SHO ആണ്, ജോയിൻറ്റ് കൺവീനറായിട്ട് നമ്മൾ ഈ അടുത്ത് എക്സൈസ് ഓഫീസറിനെ സജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ അതിൻ്റെ ഒരു GO ഇറക്കാൻ പോവുകയാണ് ഈ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് ആക്ച്വലി പണ്ടേ തുടങ്ങിയ പ്രോജക്റ്റാണ്. ബട്ട് എന്നാലും ഗവൺമെൻറ് തന്നെ ഒരു GO ആവുമ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിലും നമ്മൾ പറയുന്നത് ഈ അൺഎയ്ഡഡ് എല്ലാ കാറ്റഗറിയിലുള്ള CBSE, ICSE, IGCSE പറയുന്ന എല്ലാ സ്കൂളുകളിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് വരണം എന്നാണ്. അപ്പോൾ ഇതിനകത്ത് PTA, മദർ PTA, സ്റ്റുഡൻറ്റ് റെപ്രസെൻറ്റേറ്റീവ്സ്, സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും. അപ്പോൾ എല്ലാവരും ഞാൻ പറയുമ്പോൾ തൊട്ടടുത്തുള്ള ഒരു ഓട്ടോറിക്ഷ യൂണിയൻ ഉണ്ടെങ്കിൽ അവരുടെ പ്രതിനിധികൾ, ടാക്സിക്കാരുടെ പ്രതിനിധികൾ, തൊട്ടടുത്ത് ബേക്കറി, മുറുക്കാങ്കട ഇതൊക്കെ ഉണ്ടെങ്കിൽ അവിടുത്തെ നല്ല വ്യക്തികളെല്ലാം ഒന്നിച്ചു കൂടി, റെസിഡൻസ് അസോസിയേഷൻ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഒന്നിച്ചു കൂടി നിൽക്കുന്ന ഒരു സംവിധാനമാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അപ്പോൾ ഇത് പോലീസിൻ്റെ ചുമതല, സ്കൂളിൻ്റെ ചുമതല മാത്രമല്ല, ആ കമ്മ്യൂണിറ്റിയുടെ ചുമതലയാണ് ആ സ്കൂളിൽ പഠിക്കുന്ന എല്ലാ കുട്ടികളും സുരക്ഷിതം ഉറപ്പാക്കണം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവർ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും മീറ്റിംഗ് കൂടിയിട്ട് എവിടേക്കാണ് ഇഷ്യൂസ് ഉള്ളത്, ഇപ്പോൾ ഒരു ഇഷ്യൂക്ക് ചിലപ്പോൾ ഒരു CCTV ആയിരിക്കാം പരിഹാരം, ചിലപ്പോൾ കോമ്പൗണ്ട് വാൾ നല്ല രീതിയിൽ കട്ടി പൂർത്തീകരിക്കുന്നതായിരിക്കും പരിഹാരം. അപ്പോൾ ഇങ്ങനെ ചെറിയ സജഷൻസ് ഒക്കെ നമുക്ക് ഈ മീറ്റിങ്ങിലൂടെ ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ സ്കൂളിന് ആ കമ്മ്യൂണിറ്റി ഒന്നിച്ചു കൂടി ഒരു സുരക്ഷിതമാക്കാനുള്ള ഒരു നടപടി എടുക്കേണ്ടത് എല്ലാ സ്കൂളുകളുടെയും ചുമതലയാണ്. അപ്പോൾ അതിൽ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന പദ്ധതിയാണ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ്. അത് തീർച്ചയായും ഇപ്പം സ്റ്റാറ്റിസ്റ്റിക്സ് ഞാൻ എടുത്തു പറഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും ഉണ്ടെന്നാണ് ഇപ്പം നമുക്ക് കിട്ടുന്ന റിപ്പോർട്ട്. എല്ലാ SP-മാരും എല്ലാ സ്കൂളിലും തുടങ്ങി കഴിഞ്ഞു. ഈവൻ ട്യൂഷൻ സെൻറ്റേഴ്സ് ആവുമ്പോൾ അതിന് ഒരു സ്കൂൾ പോലത്തെ ഒരു അക്കൗണ്ടബിലിറ്റി ഇല്ല. അതിൻ്റെ ഭൂരിപക്ഷം കുട്ടികളും ഈ ട്യൂഷൻ സെൻറ്റേഴ്സ് വിസിറ്റ് ചെയ്ത് സ്കൂൾ കഴിഞ്ഞിട്ടാണ് വൈകിട്ടാണ് ഇവർ പോകുന്നത്. ആൻഡ് വൈകിട്ട് പോയിട്ട് തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ രാത്രിയാണ് ഇവർ പോകുന്നത്. ആ സമയത്താണ് ആക്ച്വലി ഇതുപോലത്തെ ഒരു എന്തെങ്കിലും ആൻറ്റി സോഷ്യൽസ് ഇവരെ ബന്ധപ്പെടാനും അങ്ങനത്തെ ഒരു ബിഹേവിയറിലേക്ക് കുട്ടികളെ കൊണ്ടുപോകാനും വൾനറബിലിറ്റി കൂടുതലുള്ള സമയം ഈ നൈറ്റ് കാലങ്ങളിലാണ്. അപ്പോൾ ഈ ഈവൻ ട്യൂഷൻ സെൻറ്റേഴ്സിലും സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിക്കണം, ഇതുപോലത്തെ ഒരു കൂട്ടായ്മ രൂപീകരിക്കണം. അവിടെയും അതിൻ്റെ പ്രിമൈസസുമായിട്ടും ബന്ധപ്പെട്ടുള്ള സെക്യൂരിറ്റി മെഷേഴ്സ്, സേഫ്റ്റി മെഷേഴ്സ്, അത് തീർച്ചയായിട്ടും ഈ ട്യൂഷൻ സെൻറ്റേഴ്സും ഇതിനകത്ത് പാർട്ട്ണർ ചെയ്യണമെന്നാണ് നമ്മൾ ഓൾറെഡി ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ റേഞ്ചിൽ തന്നെ 1000-ഓളം കൂടുതൽ എല്ലാ സ്കൂളുകളിലും നമ്മൾ സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് രൂപീകരിച്ച് കഴിഞ്ഞു. അതുപോലെ തന്നെ കോളേജ് പ്രൊട്ടക്ഷൻ ഗ്രൂപ്പും രൂപീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ സർക്കുലർ പ്രകാരം. വുമൻ സെൽഫ് ഡിഫൻസ് ടീം നമുക്ക് ആക്ച്വലി ജനമൈത്രി സുരക്ഷാ പദ്ധതിയിൽ വന്നതാണ്. അപ്പോൾ 2014 നമ്മൾ ട്രിവാൻഡ്രം സിറ്റിയിൽ ആദ്യം ഇത് ഫെം പെട്രോളിന് പറഞ്ഞ് ഇംപ്ലിമെൻറ്റ് ചെയ്തായിരുന്നു. പിന്നീട് ജനമൈത്രി സുരക്ഷാ പദ്ധതിയിൽ ഇത് സ്റ്റേറ്റ് ലെവലിൽ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്തു. 2016-17 ആ സമയത്ത് തന്നെ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തതാണ്. പിന്നെ ഇപ്പം നോക്കിയാൽ എല്ലാ ജില്ലയിലും നമുക്ക് വുമൻ സെൽഫ് ഡിഫൻസ് ടീമിൻ്റെ ട്രെയിനേഴ്സ് ഉണ്ട്. അവർ ഓൾമോസ്റ്റ് 6 ലക്ഷത്തോളം സ്ത്രീകളും കുട്ടികളും ഈ പദ്ധതിയിൽ ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ അടുത്ത് നമ്മൾ സ്റ്റേറ്റ് ലെവൽ വർക്ക്ഷോപ്പ് നടത്തി റിഫ്രഷർ കോഴ്സ് നടത്തിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇപ്പോൾ ആലോചിക്കുന്നത് നിങ്ങൾ പറഞ്ഞ സെയിം പോയിൻ്റാണ്. ബേസിക്കലി സ്കൂൾസും നമ്മുടെ വുമൻ സെൽഫ് ഡിഫൻസ് ടീം, ജനമൈത്രി സുരക്ഷയുടെ സെൽഫ് ഡിഫൻസ് ടീമുമായിട്ടുള്ള ഒരു ബ്രിഡ്ജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ SPC ഉള്ള സ്കൂളുകളിൽ SPC കുട്ടികൾക്കും ഇവരെ കൊണ്ട് തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കാനും, അപ്പോൾ എല്ലാ ജില്ലയിലും 10 ട്രെയിനേഴ്സ് വെച്ച് നമ്മൾ ട്രെയിൻ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഈ അടുത്ത്.
അപ്പോൾ ഈ സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കിത് സ്പോർട്സ് ഡിപ്പാർട്ട്മെൻറ്റും സോഷ്യൽ പോലീസിങ് ഡയറക്ടറേറ്റും ഒന്നിച്ച് ഒരു പ്രോജക്റ്റ് നമ്മൾ ഇപ്പോൾ പ്രപ്പോസൽ സ്റ്റേജിലാണ്. ഇത് വളരെ ക്വിക്കായിട്ട് നമ്മൾ നടപ്പിലാക്കും. അപ്പോൾ ഈ എല്ലാ സ്കൂളുകളിലും മാൻഡേറ്ററി ആയിട്ട് ഈ SPC കുട്ടികളെ കൊണ്ട് തന്നെ എല്ലാ കുട്ടികൾക്കും പ്രാക്ടിക്കൽ സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് അറ്റ്ലീസ്റ്റ് ആഴ്ചയിൽ ഒരു ക്ലാസ് എങ്കിലും ഇവർക്ക് സെൽഫ് ഡിഫെൻസ് ട്രെയിനിങ് കൊടുക്കത്തക്ക രീതിയിൽ. പ്രാക്ടിക്കൽ സെൽഫ് ഡിഫെൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിനകത്ത് സിലബസിൽ പറയുന്നത് ക്രാവ് മാഗ ആണ്, ഒരു സ്ട്രീറ്റ് ഫൈറ്റ് പോലത്തെ ഒരു കോമ്പാറ്റ് സിസ്റ്റമാണ്. ഇപ്പോൾ കരാട്ടെ പറയുമ്പോൾ കൂടുതൽ നമ്മൾ കട്ടാസിലേക്കും അതിൻ്റെ ബേസിക് ടെക്നിക്സിൻ്റെ കാര്യങ്ങളിലേക്കും. അപ്പോൾ അതും ഇതും മിക്സ്ഡ് ആണ്. ബട്ട് ക്രാവ് മാഗ ആണ്. ക്രാവ് മാഗയിൽ കൂടുതൽ ഇപ്പോൾ ഒരു ബാഗ് സ്നാച്ച് ചെയ്യാനുള്ള സിറ്റുവേഷൻ വന്നെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം, ഒരാൾ കത്തി കൊണ്ടുവരുന്നുണ്ടെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ പ്രാക്ടിക്കൽ സെൽഫ് ഡിഫെൻസ് ടെക്നിക്സ്. അപ്പോൾ ബേസിക് സ്റ്റേജ്, ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ്, അഡ്വാൻസ് സ്റ്റേജിന് 3 സ്റ്റേജസിലുള്ള സിലബസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ യൂട്യൂബ് ചാനലിലും അപ്ലോഡ് ചെയ്ത ശേഷം ഈ സ്കൂളുകളിൽ ഇത് വ്യാപകമായിട്ട് നമുക്ക് SPC കാഡറ്റ്സിലൂടെ കുട്ടികൾക്ക് ഈ ഒരു ട്രെയിനിങ് കൊടുക്കണം പറഞ്ഞ ലക്ഷ്യത്തോടു കൂടി ഇപ്പോൾ നമ്മൾ ചെയ്യുന്നു. ഈസി ആയിട്ട് ഹോപ്പിൽ എൻറോൾ ചെയ്യാൻ വേണ്ടി ഒരു വ്യക്തിക്ക് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി. ശരിക്കും പോലീസ് സ്റ്റേഷൻ ലെവലിൽ കുട്ടികളെ കണ്ടെത്തുമ്പോൾ നമ്മൾ ആക്ച്വലി 18 ആൻഡ് ലെസ് ആണ്. ബട്ട് ഈവൻ 21 ആൻഡ് ലെസ് വരെ നമ്മൾ എടുക്കാറുണ്ട്. യങ് അഡൽട്ട്സ് ആകുമ്പോൾ അവരെയും എടുക്കാറുണ്ട്. അപ്പോൾ പോലീസുമായിട്ട് ഇൻട്രാക്ഷൻ വരുന്ന കുട്ടികളുണ്ടാവില്ലേ, ചിലപ്പോൾ വല്ല NDPS സ്മോൾ ക്വാണ്ടിറ്റി കേസിൽ പ്രതിയായി, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നു. അപ്പോൾ ഇങ്ങനെ സിറ്റുവേഷൻ SHOs തന്നെ നേരിട്ട് ഈ കുട്ടികളെ കാണുമ്പോൾ ഈ കുട്ടി 10th ഡ്രോപ്പ് ഔട്ട് ആണെങ്കിൽ അവർ തന്നെ ഐഡൻറ്റിഫൈ ചെയ്തും എൻറോൾ ചെയ്യാറുണ്ട്. അതൊരു വലിയാണ്. ഇനിയൊരു മേജർ ചാനൽ എന്താ പറഞ്ഞാൽ സ്കൂളുകളിൽ നിന്ന് തന്നെ പോലീസ് സ്റ്റേഷനിൽ റെഫർ ചെയ്യാറുണ്ട്. ഇങ്ങനെ കുട്ടികളുണ്ട്, സോഷ്യോ എക്കണോമിക്കലി വൾനറബിൾ ബാക്ക്ഗ്രൗണ്ട് ഫാമിലീസിൽ നിന്ന് വരുന്ന കുട്ടികളാണെന്ന് പറഞ്ഞ് സ്കൂളുകളിൽ നിന്നും നമുക്ക് റെക്കമെൻഡേഷൻ വരാറുണ്ട്. ചിലപ്പോൾ ചെറിയ ഹെൽപ്പ് ലൈനിൽ തന്നെ ആളുകൾ വിളിച്ച് എനിക്ക് എൻറോൾ ചെയ്യണം എന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കാറുണ്ട്. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ നമ്പറിൽ. അപ്പോൾ അതിലും വിളിച്ച് നമുക്ക് എൻറോൾ ചെയ്യാം. സോ എല്ലാ വർഷവും ഈ 10ാം ക്ലാസ്സും 12ാം ക്ലാസ്സും പരീക്ഷ കഴിഞ്ഞ ശേഷം റിസൾട്ട് വന്ന ശേഷം ഉടനെ നമ്മൾ എൻറോൾ ചെയ്തിട്ട് അവർക്ക് ഇനിയൊരു ചെറിയൊരു കാലഘട്ടത്തിൽ തന്നെ ഒരു എക്സാം ഉണ്ടല്ലേ, അപ്പോൾ റീ എക്സാം, അപ്പോൾ അതിൽ അപ്പിയർ ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മൾ ട്യൂഷൻ ക്ലാസ്സസ് കൊടുക്കാറുണ്ട്. സോ തീർച്ചയായിട്ടും ഏതൊരു വ്യക്തിക്കും ഏതൊരു കുട്ടിക്കും ഈ ഒരു ഹോപ്പ് പ്രോജക്റ്റിൽ ചേർന്നിട്ട് നമുക്ക് അതിൻ്റെ ഒരു സർവീസ് ബെനിഫിറ്റ് തീർച്ചയായിട്ടും എടുക്കാം. അപ്പോൾ അത് നിയറസ്റ്റ് പോലീസ് സ്റ്റേഷൻ ബന്ധപ്പെടാം, അല്ലെങ്കിൽ നമ്മുടെ ചിരി ഹെൽപ്പ് ലൈനിൽ ബന്ധപ്പെടാം.